സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാരിണി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാരിണി ശൃണു മമ ഹൃദയം സ്മരശ്വര നിലയം ശൃണു മമ ഹൃദയം സ്മരശ്വര നിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാരിണി. ഇവിടുന്ന് നമ്മളിപ്പോൾ എറണാകുളത്തിന് പോവുകയാണെങ്കിൽ ആ കാഞ്ഞിരമറ്റം വരെ കഷ്ടിച്ചങ്ങ് പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ശരി ഇപ്പോഴും അതേ വീതിയേ ഉള്ളൂ, അതേ വീതിയേ ഉള്ളൂ. അതെ അതല്ല, എല്ലാവർക്കും കാറുണ്ട്, ഒരാൾ കാറിൽ പോകുന്നു, അതാണ് കുഴപ്പം. അല്ല അതല്ല, അതിന് വരുന്നുള്ളൂ 330 ആകും. ഇതാ V40 പഴയ, പക്ഷെ നല്ല ഇത് കുഴപ്പമില്ല. ഐഫോൺ മേടിക്കാൻ പോയതാണ്, അപ്പോൾ രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഒരു വ്യത്യാസം. അതിന് 1.5 ലക്ഷം രൂപ, ഇതിന് 60,000 രൂപ. ബാക്കി പൈസ കയറ്റിയിരിക്കട്ടെ എന്ന് വെച്ചു. എന്നാണേലും ഏത് കൂടിയ ഫോൺ മേടിച്ചാലും 1 വർഷം 2 വർഷം കഴിയുമ്പോൾ എൻ്റെ പരിപാടി ചെയ്യും. പിന്നെ എന്തെല്ലാം ഇവിടെ ആൾക്കാർ പറയുന്നത്, ആ ഓഡിയോ എല്ലാം നോക്കി വേണ്ട കൊടുക്കാൻ. ഈ പുള്ളിയോ? ഈ പുള്ളി കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. പണ്ട് തൊട്ട് നമ്മൾ അല്ല ഇപ്പൊ എന്നാ പരിപാടി എന്നാ? അപ്പനും വല്യപ്പനും ഉണ്ടാക്കിയ സ്വത്ത് തിന്ന് കഴിയുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള മിക്കവാറും ആൾക്കാരെല്ലാം വല്യപ്പന്മാരുണ്ടാക്കിയ സ്വത്ത് മേടിച്ച് ഞമ്മ അടിക്കും. ഞാൻ പണ്ട് അവിടുന്ന് എളംകുളത്തുനിന്ന് വരുമ്പോഴേ, എളംകുളത്ത് എൻ്റെ വീട്, അവിടുന്ന് പോരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളവന്മാരെ എളംകുളം പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ കുത്തിയിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്നത്തേടാ പണിയാൻ പോകുന്നത്, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് എന്നോട് ചോദിക്കും. അത് കഴിഞ്ഞ് ഇവന്മാർ ഇപ്പോഴും ആ കവല തന്നെ അവിടെ ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും. ആംപ്ലിഫയർ സെറ്റാക്കി തരാം. രാവിലെ പോരുമ്പോൾ ഒരു 10 കരാക്ക പാടുന്ന മൈക്ക് വേണേൽ അത് തരാം. കരാക്ക ഉള്ളത്, കരാക്ക ഉള്ള ആമ്പുണ്ട്. 2000 വാട്ട്സ്, 4000 വാട്ട്സ്, 6000 വാട്ട്സ്. വിലയോ 4000 രൂപ, 4500 രൂപ. കരാക്ക പാടുന്നതിന് വില കൂടുതലാണ്. അതിന് മൈക്ക് കുത്താവുന്ന ടൈപ്പ് 7500 രൂപ. ആ 2 മൈക്ക് നേരിട്ട് കുത്തി. സാധാരണ 4000 രൂപയുള്ളൂ. 2000 വാട്ട്സിന്റെ ആംപ്ലിഫയറിന് 4000 രൂപയുള്ളൂ. സൂപ്പർ വർക്കിംഗ്. ആ ഞാൻ പറയട്ടെ, നിങ്ങൾ ആ സ്പീക്കറുമായിട്ട് ഇവിടം വരെ വരിക, ഞാനൊരു ആംപ്ലിഫയർ അതിൻ്റെ ഇത് വാട്ട്സ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി, അല്ല 1 രൂപ പോലും ഞങ്ങൾ മേടിക്കില്ല. സന്തോഷമായിട്ട് ഒരു ജ്യൂസും തന്നു വിടും. ഓക്കെ. ഹലോ, ആ പറഞ്ഞോ. അതെ 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 അതെ. ആ ആരാണ്? ആ ആ അവളുണ്ടോ അവിടെ? മിനി ചോറിന് വേണോ? നിന്നെ അറിയും, നീ പുള്ളിയെ അറിയാലോ, നീ ഫേമസ് അല്ലേ. എന്നാ ഈ പുള്ളിക്ക് കണക്ഷൻ കൊടുക്കണ്ട എങ്ങനെയാന്ന് പറഞ്ഞോളൂ. അതെ, എന്നിട്ട് അറിയത്തില്ല അവള്. അപ്പോൾ സ്പീക്കറുമായിട്ട് പോന്നാൽ മതിയേ, കൊണ്ടുവന്ന് അതാ സെറ്റ് ചെയ്ത് കേട്ട് പോകണം, എന്നാലും ശരിയാവുള്ളൂ കേട്ടോ. നിങ്ങൾ ആ ഏതെങ്കിലും കട അവരെ കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യിച്ച് ചെക്ക് ചെയ്ത് പോരണം. ഏതാ വണ്ടി? ഏതാ? ഹുണ്ടായി. ആ അവർ ചെയ്തു തരുമല്ലോ, ഡാഷ് കാം ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. ആ ഡാഷ് കാം വേണോ? ഇന്നത്തെ കാലത്ത് ഡാഷ് കാം മസ്റ്റാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്ന കാലമാണ്. അവൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് വണ്ടിക്കടിയിൽ പോയാൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് വണ്ടിക്കടിയിൽ പോയാന്ന് പറയും. ആ അത് വലിയൊരു വിഷയമാണ്.
അത് ഇപ്പം മറ്റേ ചുള്ളം പയ്യന്മാരൊക്കെ കയറുള്ളെങ്കിൽ ഇപ്പം കിളവന്മാരും ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറാൻ തുടങ്ങി. ഇവർക്കൊന്നും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിയാൽ ഭയങ്കര അപകടമാണ്. പോകാൻ പാടില്ലാത്ത നിയമവിരുദ്ധമാണ്. പക്ഷെ അവർക്കത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ല ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര പെണ്ണുങ്ങൾ കയറി പോകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കയറി വന്നപ്പം അവിടുന്ന് വണ്ടി കയറി വന്നപ്പോൾ ഞാനിങ്ങനെ സൈഡ് ഒതുക്കി. പുള്ളി എന്നെ തെറി വിളിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇത്രയും പ്രായമില്ല, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തെന്ന് ചേട്ടൻ അറിയത്തില്ല എന്ന് ചോദിച്ചു. ഇത് പാകിസ്ഥാനൊന്നും അല്ല, ഇത് ഇന്ത്യ ആണെന്ന് അയാൾ എന്നോട് പറയാം. അതെ അവിടെ ലെഫ്റ്റ് സൈഡ് കയറിയ വിവരം അറിയല്ലേ. ഇനിയിപ്പോൾ എന്നാണേലും പുതിയൊരു ഗതാഗത വകുപ്പ് മന്ത്രി വന്നാൽ ഈ മന്ത്രിയെ ഇത് ശരിക്കും ഞാൻ ഇൻഫോം ചെയ്യാനിരിക്കുകയാണ്. ഇതിന് എതിരെ ഒരു ബോധവൽക്കരണമാണ് അത്യാവശ്യം. എനിക്ക് തോന്നുന്നത് ഈ പകുതി ആൾക്കാരും അറിയത്തില്ല കയറുന്ന. അടിയിൽ പോയി തല പൊട്ടി ചെതറിപ്പോയാൽ എന്നാ ചെയ്യും? ഒരു കാര്യവുമില്ല. നമ്മുടെ കരുണ കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ കരുണ കൊണ്ട് ഈ ബൈക്കിൽ വരുന്ന പിള്ളേർ, നമുക്കും പിള്ളേരുണ്ടല്ലോ, ഇവൻ ചാകരുതല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചവിട്ടിയാണ് ഇവരെ ജയിക്കുന്നത്. ഈ 2 ഇഞ്ച് കനമുള്ള ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകാം. നമ്മളും പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ, എന്നാലും ഇത്രയും പോലെ പൊക്കൊന്നും പോയിട്ടില്ല. അവരെ പേടിച്ചിട്ട് മാറ്റുന്നതായിട്ട് അവർ കരുതുന്നു. നമ്മൾ അവരോട് കരുണ കാണിക്കുന്ന, നമുക്കും മക്കളുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ കരുണ കാണിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു അപ്പൻ്റെ അമ്മയുടെ മക്കളല്ലെന്ന് ഓർത്ത് നമ്മൾ കരുണ കാണിക്കുമ്പോൾ അവരോർക്കും നമുക്ക് ബലഹീനരാണ്, നമ്മുടെ കഴിവില്ലായ്മ ഉണ്ടാകും. അവൻ വരുന്ന പോലെ ഒന്നും വേണ്ട, നമ്മൾ നോർമലായിട്ട് പോയാൽ ഇവൻ ചാവും, ഉറപ്പായിട്ടും ചാവും. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷം മരിച്ചതല്ലേ. സന്തോഷത്തിന് ഒത്തിരി വണ്ടി കളക്ഷനുള്ള BMW വരെയുള്ള പാർട്ടിയാണ്, വലിയ വണ്ടികൾ പറയാൻ പാടില്ല. ഒരു പ്രായം കഴിയുമ്പോൾ ഉപദേശം കൊടുത്തിരുന്നോ, അങ്ങനെ പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ ചത്ത് കഴിഞ്ഞാൽ എൻ്റെ കാലശേഷം തരുവുള്ളെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പുള്ളി ചത്ത് കഴിയുമ്പോൾ ആർക്കാ എഴുതി വെച്ചിരിക്കുന്നു പോലും അറിയാൻ പറ്റത്തില്ല. നമ്മുടെ സമാധാനവും ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന. പിന്നെ ചില നേരത്തെ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ നമുക്ക് നാശം ഉണ്ടാക്കും. സാറിനോട് എന്നാന്ന് ചോദിച്ചേച്ചി ചെല്ലു. Oh yeah, 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 oh yeah. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. Remember, you don't get it twice. The time of your life. Don't look at the past, no, we're not going that way. Oh, now make it last, make it last. സാമജ സഞ്ചാരിണി സരസീരുഹ മധുമാരിണി, സാമജ സഞ്ചാരിണി സരസീരുഹ മധുമാരിണി, ശൃണു മമ ഹൃദയം
സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാഭജ സഞ്ചാരിണി സരസീരുഹ മധുമാരിണി. Remix DJ Saturn. ਗੱਲ ਸੁਣ ਮੇਰੀ ਤੂੰ ਪਿਆਰੇ ਕੀ ਸਮਝੇ ਆਪਣੇ ਆਪ ਮੇਰੇ ਮਗਰ ਤੂੰ ਕੀ ਕਰਦੀ ਇਹ ਗੱਲ ਬਸ ਤੂੰ ਹੀ ਜਾਣਦੀ ਮੈਨੂੰ ਸਿਰਫ ਯਾਰ ਪੇਸ਼ ਨਾ ਕਰ ਲੱਗ ਕੋਲੋਂ ਥੋੜਾ ਜਿਹਾ ਦਿਲ ਸਿੱਖ ਜਾ ਕੇ ਪਿਆਰ ਕਰਨੇ ਦਾ ਵੱਲ ਝੂਠੇ ਸੰਸਾਰੇ ਬੇਵਫਾ ਨਿਕਲੀ ਹੈ ਤੂੰ ਝੂਠਾ ਪਿਆਰ ਨਹੀਂ ਨਾ ਹੈ ਤੂੰ ਬੇਵਫਾ ਨਿਕਲੀ ਹੈ ਤੂੰ ਝੂਠਾ ਪਿਆਰ. ഇത്രയും ചെറിയ വിലക്ക് ഇത്രയും നല്ലൊരു സാധനം കിട്ടുന്നു. നാളെ ഇനിയിപ്പോ ഒരു വിഷയം വന്നാലും ഇത് നേരെ ഇറക്കി കൂടെ കളയുന്നു, അടുത്ത സാധനം എടുത്ത് വിറ്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ഇത് കേടാവില്ല എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ള മറുപടി എത്രേ ഉള്ളൂ. നമ്മളും ഒരു ദിവസം ഭരിക്കും, എല്ലാത്തിനും ഒരു ലൈഫ്. ഇതിപ്പോ സോണി ഉണ്ടാക്കിയ സാധനം വരെ കേടായി. ഭയങ്കര 40,000 രൂപ എടുത്ത് 35,000 അത്രയും രൂപ എടുത്ത് മേടിച്ച സാധനമല്ലേ. അപ്പം ഇതുകൊണ്ട് സെറ്റുകളൊക്കെ നന്നാക്കാൻ മേലാതെ ആരെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ നമുക്കിത് ആംപ്ലിഫയർ ഫിറ്റ് ചെയ്ത് തരാം. കരാക്ക പാടേണ്ടവർക്ക് കരാക്ക ഫിറ്റ് ചെയ്ത് തരാം, പാട്ട് കേൾക്കേണ്ടവർക്ക് പാട്ട് ഫിറ്റ് ചെയ്ത് തരാം. നല്ല സ്പീക്കറാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിലിരുന്ന് ക്ലാസ് 3 ആംപ്ലിഫയർ തന്നെയാണ്. അതുകൊണ്ട് ക്ലാസ് 3 തന്നെ വെക്കുന്നതുകൊണ്ട് ക്ലാരിറ്റിക്ക് ഒരു കുറവും വരികയില്ല. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, സാറിനോട് വർത്താനം പറഞ്ഞു സംസാരിച്ചു. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. വീഡിയോ കണ്ടിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. അതെ അതെ, ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് ഭയങ്കര കുറ്റം പറയുന്നവന്മാർ ഒത്തിരി പേരുണ്ട്, പറഞ്ഞു മനസ്സിലായി. കാരണം ഇവന്മാർക്ക് ABCD കുറിച്ച് ABCD പോലും അറിയത്തില്ല, ഇലക്ട്രോണിക്സിനെ കുറിച്ച്. ഇവന്റെ അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പണി തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ ഇവനുണ്ടായത്, പറഞ്ഞ മനസ്സിലായി. അത്രേ ഉള്ളൂ. അതെ, ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. അല്ലാതെ ഇത് വിക്കിപീഡിയ നോക്കിയിട്ടാണ് ഇവന്മാരെ ഡയലോഗ് ഇടുന്നത്. വിക്കിപീഡിയയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാറേ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പുള്ളിക്കൊന്നും അറിയത്തില്ല. ഞാൻ പ്രാക്ടിക്കലിന്റെ ആളാണ്. നിങ്ങൾ ഇവിടെ ഇന്ന് വന്നു, ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി ഞാൻ തന്നു. 2 വർഷമായിട്ട് നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കാൻ കിടന്ന സാധനം ഞാൻ റെഡിയാക്കി തന്നു. നാളെ മുതൽ പേരെന്നാ സരിത, നാളെ മുതൽ പാട്ട് പാടുന്നതായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. വീട്ടിലെപ്പോഴും പാട്ടായിരിക്കും. അതെ, വീട്ടിലെപ്പോഴും പാട്ടായിരിക്കും. മാത്രം വാങ്ങിച്ചത് പാട്ട് പാടാന്നുള്ളത് നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ഇത്രയും വലിയ വിലയുള്ള സാധനം വാങ്ങിച്ചത്. വാങ്ങിച്ച് ഒരു 4 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ തന്നെ കംപ്ലൈന്റ് ആയി. പിന്നെ അതിന്റെ സ്പെയർ എവിടെയും കിട്ടാനില്ല. സ്പെയർ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. കമ്പനി അന്നേരം മേടിച്ച് കളയുക. എത്ര വർഷമായാലും ആ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ സ്പെയറും കൂടി ഉണ്ടാക്കണം എന്നുള്ളൊരിതാ. പക്ഷെ അത് ചെയ്തിട്ടില്ല. അസംബ്ലി ചെയ്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ അസംബ്ലി ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ പോലെ അല്ല, ഇത് റെഡിമെയ്ഡ് വരുന്ന ആംപ്ലിഫയറാണ്. ഇതിന് വേറെ കംപ്ലൈന്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ സാധനം എടുത്ത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് ഈസ് ബെറ്റർ. മറ്റൊരു ട്രാൻസ്ഫോമർ വെച്ച് ഇങ്ങനെ അസംബിൾ ചെയ്യുമ്പോൾ ഒത്തിരി കംപ്ലൈന്റുകൾ കൂടുതലാണ്. അങ്ങനെ ചെയ്ത് ഒത്തിരി ആംപ്ലിഫയറുകൾ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 പേരെങ്കിലും എന്നെ വിളിച്ചു. ഞാൻ അസംബിൾ ചെയ്തൊരു ആംപ്ലിഫയർ ഉണ്ട്, അതിന് ബാസ് ഇല്ല, ട്രിപ്പിൾ ഇല്ല, മെറ്റൽ ഇല്ല, കൊണ്ടുവന്നാൽ ശരിയാക്കാം. ഞാൻ പറഞ്ഞു കൊണ്ടുവരണ്ട. കാരണം ഒന്നാമതേ പണ്ട് തൊട്ടേ എനിക്ക് അതിനോട് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഇനി എല്ലാവരും പണിത് വെച്ച് നന്നാക്കാനൊന്നും എനിക്ക് നേരമില്ല. എനിക്ക് അതിന് പണിയില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സോണിയുടെ പണ്ടത്തെ ഹോം തിയേറ്ററുകളിൽ മുഴുവൻ ക്ലാസ് 3 ആമ്പാണ്. ആ ആമ്പ് ആ ബോർഡ് ഞാൻ 15,000 രൂപയ്ക്ക് കുഞ്ഞു ബോർഡ് മേടിച്ച് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കിയെല്ലാം കൂടെ 20,000 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് വലിയ സെറ്റുകൾ. അങ്ങനെ മേടിച്ച ആ സാധനം നമുക്ക് 3,000 രൂപയ്ക്ക് 4,000 രൂപയ്ക്ക് ആ ബോർഡ് ഇപ്പൊ അവൈലബിൾ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയായി. കാരണം ഏത് കസ്റ്റമർക്ക് ഈ സാധനം വെച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, മനസ്സിലായി. അതിനിപ്പോ ആരെന്നെ കുറ്റം പറഞ്ഞാലും ഞാൻ നന്നാകൂല കേട്ടോ. കാരണം നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞ് എന്റെ മനസ്സ് മടിപ്പിച്ച് എന്നെ പുറകോട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ ഇത് തീർക്കുരുത്തതല്ല, സൂര്യനകത്ത് ജനിച്ചതാ. ആ പണി അങ്ങ് നിർത്തിയത് അരിയിട്ട് വെക്കാൻ പോലും പറ്റില്ല, കാരണം തട്ടില്ല. പാറ്റ വളരും. അതെ അതെ. ഞാൻ പണ്ട് തൊട്ട് ഈ ബോർഡ് ഒരു 5 വർഷം മുമ്പ് തന്നെ ഈ ബോർഡ് എനിക്ക് ഒരാൾ തന്ന. അന്ന് ഞാൻ ഈ പോയ ഹോം തിയേറ്റർ ബോർഡ് കിട്ടാതെ വന്നപ്പോൾ അതിൽ ഈ സാധനം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്റെ പെർഫോമൻസ് മനസ്സിലായി. അത് അപ്ഗ്രേഡ് ചെയ്ത് ഒരു 5 വർഷം കൊണ്ട് ഈ രൂപത്തിലെത്തി.
മറ്റേ ബോർഡ് മാത്രം ആദ്യം തരുന്നത്, ഒരു ബോർഡ് മാത്രം 24 വോൾട്ട് കൊടുക്കുന്ന ഒരു ബോർഡ്. അത് നമ്മൾ പെട്ടിക്കകത്താക്കി നമ്മൾ കുറെ ചെയ്തു. ഇപ്പൊ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആർക്കും ഒരു കൈവെള്ളക്കകത്തായി. ഇത് ലോകം മുഴുവൻ ഇത് റെവല്യൂഷൻ ആയിട്ടുണ്ട്. എല്ലാ രാജ്യത്തും ഇപ്പൊ ഈ സാധനം അവൈലബിൾ ആണ്. ദുബായിൽ നിന്ന് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, ഏത് മേടിക്കണം എന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട്, ഇറ്റലിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, മറ്റേ ഉഗാണ്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചായിരുന്നു. പിന്നെ ഏത് രാജ്യം, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, മലേഷ്യ, എല്ലായിടത്തും ഈ സാധനമുണ്ട്. എന്തിനും അമേരിക്കയിലുണ്ട്, കാനഡയിലാണ് എൻ്റെ അനിയൻ, അവനും അവിടെ കാനഡയിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞു ഇത് കണ്ടിട്ട്. അപ്പൊ ഒന്നും കാര്യമൊന്നുമില്ല. നാട് ഓടുമ്പോൾ നടുവേ ഓടണം. പണ്ട് കമ്പ്യൂട്ടർ ഇവിടെ വന്നപ്പോൾ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ കുഴപ്പമാവും എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ അറബിക്കടലിൽ തള്ളൂ എന്ന് പറഞ്ഞ് സമരം ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അറബിക്കടലിൽ കൊണ്ടുപോയി കളയ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. ഇപ്പൊ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പും പോയി, എല്ലാം പോയി, മൊബൈലിൽ കമ്പ്യൂട്ടറായി അല്ലേ? അതാണ് കാലം. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും അല്ല ഇത് തീരുമാനിക്കുന്നത്, ഇതെല്ലാം ഒരാൾ തീരുമാനിക്കും, ചൈനക്കാര് തീരുമാനിക്കും. ഓക്കെ, ബ്ലൂടൂത്ത് പെയർ ചെയ്തേ, കുത്തിക്കോ, നിങ്ങൾ ബ്ലൂടൂത്ത് പെയർ ചെയ്തു കോഡ് തരാം. ബ്ലൂടൂത്ത് പാട്ട് പാടിക്കും. ഇത് പാട്ട് പാടുന്ന ആളാണോ? പുള്ളിക്കാരി പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആളാണ്. ഈ സ്റ്റേജ് പ്രോഗ്രാമിന് ഞാൻ കണ്ണൂര് പിണറായില് ഒരു വായനശാലയുണ്ട്, വാദസ്മാരകമാണ്. അവിടെ എപ്പോഴും പ്രോഗ്രാം നടക്കുന്നു. അവിടുത്തെ മെയിൻ തന്നെയാണ്. ഇതുണ്ടോ അതിനുള്ളതാണോ? പാട്ട് Remix DJ Traction. ਗੱਲ ਸੁਣ ਮੇਰੀ ਤੂੰ ਮੁਟਿਆਰੇ ਕੀ ਸਮਝੇ ਆਪਣੇ ਆਪ ਮੇਰੇ ਮਗਰ ਤੂੰ ਕੀ ਕਰਦੀ ਇਹ ਗੱਲ ਬਸ ਤੂੰ ਹੀ ਜਾਣਦੀ ਮੈਨੂੰ ਸਿਰਫ ਯਾਰ ਪੇਸ਼ ਕਰ ਬੋਲੋ ਥੋੜਾ ਜਿਹਾ ഇതാണ് ഞങ്ങളുടെ കടയിൽ വരികയും ഇതാ ഈ നിൽക്കുന്നത് പ്രശസ്ത ഗായിക. പ്രശസ്ത എന്ന് പറഞ്ഞാല് പുള്ളിക്കാരത്തിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൗണ്ടാണ്. നമ്മൾ കേൾക്കുമ്പോൾ അറിയാലോ. ഞാൻ പാട്ട് പാടാൻ എനിക്ക് അറിയത്തില്ലെങ്കിലും പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ്. കൊച്ചിനെ റേഡിയോയിൽ പാട്ട് വെച്ചിട്ട് ആള് താളം പിടിച്ച് ഇരുന്ന് ഞാൻ കേൾക്കുമായിരുന്നു. ശാസം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇഷ്ടമുള്ള ആളാണ്, പാട്ട് കേൾക്കുന്ന ആളാണ്, നല്ല പ്രേമിയാണ്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ പേര് ഞാൻ മറന്നുപോയി. സരിത എന്നുള്ള പേരും മറക്കാൻ പാടില്ല. പണ്ട് ഒരു സിനിമാ നടി ഉണ്ടായിരുന്നു സരിത. ആ കണ്ണ് പൂച്ചക്കണ്ണുള്ളതല്ലായിരുന്നു സരിത. മുകേഷിന്റെ ഭാര്യ സരിത. അപ്പൊ അത് പോയി പക്ഷെ കംപ്ലീറ്റ് പോയി. പുള്ളിക്കാരൻ ഇപ്പൊ അമേരിക്കയിൽ കാണാന്ന് ഞാൻ കേട്ടു. ആദ്യത്തെ ഭാര്യ. രണ്ടാമത്തെ ഭാര്യയും പോയി തോന്നുന്നു അല്ലേ? ഇപ്പൊ MLA സ്ഥാനം എന്തെങ്കിലും ആട്ടെ, ഓരോരുത്തരുടെ പ്രവൃത്തിക്കുള്ളത് അവർക്ക് തക്ക സമയത്ത് കിട്ടുന്നു. നല്ല പാട്ടായിരുന്നു സരിത പാടിയ പാട്ട്. ഒരു പാട്ടും കൂടെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലോ എന്ന് ഞാൻ പറയാതിരുന്ന. അപ്പൊ ഏതായാലും ഞാൻ ചെയ്ത സാധനം ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ നിങ്ങൾ 2 വർഷമായിട്ട് ഉപയോഗിക്കാതിരുന്ന സാധനം ഞാൻ D-ക്ലാസ് ആംപ്ലിഫയർ വെച്ച് തന്നെയാണ് തന്നിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു സാധനം ഇപ്പൊ ഇല്ല. അതിന് ആരെന്നെ കുറ്റം പറഞ്ഞാൽ ചേട്ടനും ഇതാണ്ട് ഒരെണ്ണം മേടിച്ചു. അതാണ്ട് സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. അപ്പൊ നിങ്ങളെ നിങ്ങള് കണ്ണൂർ ജില്ലയിലെ പിണറായി നമ്മളെ പഴയ മുഖ്യമന്ത്രി, ഇപ്പൊ മുഖ്യമന്ത്രി അല്ല, പഴയ മുഖ്യമന്ത്രിയുടെ നാളില് സഖാവിന്റെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. സഖാക്കന്മാര് തന്നെയാണ്. എന്നാണേലും സഖാക്കന്മാരെല്ലാം കൂടെ ആ പാവത്തിന്റെ കൊടുത്ത് മോശമായി. മറ്റേ ഒരു വേറൊരാള് സുരാജാണോ പറഞ്ഞത്? സുരാജ് പറയുന്ന പോലെ ഇനിയും കൂടുതൽ ഭരിച്ചാൽ കുഴപ്പമാവുന്ന കണ്ട സഖാക്കള് തന്നെ ഞങ്ങളെ വീട്ടിലിരുത്തിയതാണ്. കറക്റ്റ് ഒരു പരിധി വരെ എല്ലാ അധികാരമാണേലും കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മത്തുകൂടി കൊണ്ടാക്കും.
മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതെന്നൊക്കെ പറയാം ഏതെല്ലാം ടൈപ്പ് ആൾക്കാർ, ഏതെല്ലാം പ്രശ്നങ്ങൾ. ഒരു മുഖ്യമന്ത്രി ഒന്നാണ്ടോ ഒരു MLA ആയാൽ മതി, ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. വേണ്ട, യൂട്യൂബിൽ 2-3 വീഡിയോ ഇട്ടാൽ മതി, അതോടെ സമാനം പോകും. പിന്നെ മുഖ്യമന്ത്രി. അതുകൊണ്ടേക്കാളും പിണറായിയുടെ നാട്ടിൽ നിന്ന് പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിജയൻ സാറിന്റെ നാടാണ് ഇപ്പൊ. അങ്ങനെ ആയിപ്പോയല്ലോ. പുള്ളി എത്ര വർഷങ്ങളായിട്ട് അവിടെ തന്നെ അല്ലേ? പണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ പുള്ളി അന്ന് പുള്ളി പണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിട്ട് ഇരുന്നപ്പോൾ ലാവലിനെ കൊണ്ട് നമ്മുടെ ഇവിടെ വെച്ച പവർ സ്റ്റേഷൻ കൊണ്ടാണ് ഇപ്പൊ നമ്മൾ കമ്പനി പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു കോപ്പും ഉണ്ടായിട്ടില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിയെ എല്ലാ അവരോധം പറഞ്ഞാലും അതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അന്ന് പുള്ളി കൊണ്ടുവന്ന് അത് ചെയ്തതുകൊണ്ട് അല്ല ഇന്ന് മുഴുവൻ മേടിക്കേണ്ടി വന്നേരും, കേന്ദ്രത്തിൽ പോയി മേടിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു. സോളാറും കൂടെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയാട്ടോ. സോളാർ ഓരോ വീട്ടിലും ചെയ്യുവാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഒത്തിരി പ്രശ്നം കുറയും. പകല് സമയത്തൊക്കെ ഇത് ഓഫ് ചെയ്തിടാൻ പറ്റും. അപ്പം നിങ്ങളെ കണ്ടതിൽ പേരെങ്ങനെയാ? രാജേഷ് എന്ത് ചെയ്യുക? ഫെബ്രേഷൻ വർക്കാണ്. ഇത് പട്ടാളക്കാരനാ? ഓക്കെ. എന്റെ മോഹൻലാൽ പറയുന്ന പോലെ ഞാൻ എന്റെ വേഷത്തിൽ വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഏറ്റു നിന്നേനെ. സോൾജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അവര് ഉറക്കളയ്ക്കുമ്പോൾ നമ്മളോട് ഉറങ്ങും, അത്രയുള്ള അതിന്റെ കാര്യം. വളരെ റിസ്കി ജോബുമാണ്, എന്നാൽ രാജ്യസ്നേഹമുള്ള ഒരു ജോബുമാണ്. അപ്പൊ ഇനി ഇപ്പൊ ലീവ് വന്നാണോ? രണ്ടുപേരും നിങ്ങൾ അവിടെ ഒന്നിച്ചാണോ? ഓ, പുള്ളിക്കാരത്തേക്ക് വേറെ ജോലിയാ അല്ലേ? ത്രിപുരയിലെ ബോർഡറിൽ വല്ലതും പോയിട്ടുണ്ടോ വെടിവെക്കാൻ? പാകിസ്ഥാൻകാരന്റെ വെടിവെക്കാൻ ഇന്നലെ രണ്ടാമന്മാരെ പിടിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഞൊഴിഞ്ഞു കയറുന്നുണ്ട്. ചെയ്യാൻ പറ്റില്ല. പർപ്പസ്ഫുള്ളി വന്നാൽ എന്നാ ഇന്നലെ 1 വർഷം തികയായിരുന്നു തോന്നുന്നു ഓപ്പറേഷൻ സിന്ധു. 1 വർഷം പോയത് നമ്മൾ അല്ല, 1 വർഷം പോയെന്ന് ചിന്തിക്കാൻ പറ്റുന്നത് അല്ലേ? ഇന്നലെ നടന്നതല്ല സംഭവം നമ്മൾ വിചാരിക്കുന്നത്. അതായത് എന്തൊരു അനുഭവം. അന്നൊക്കെ പോയ ആൾക്കാരൊക്കെ എന്തുമാത്രം പേടിച്ച് എന്തൊരു അവസ്ഥയായിരുന്നു. ഇതിന് ഇവർക്ക് തീവ്രവാദം ചെയ്യുന്നവർക്ക് ഇതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് അതന്നെ നമ്മളെ സ്പോട്ടിൽ പോയി പെട്ട. അതായത് കല്യാണം കഴിഞ്ഞ് 5 ദിവസമായിട്ട് പോയ ഒരു പെണ്ണിന്റെ ഹസ്ബൻഡിനെ വിളിച്ചു വന്ന അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ജീവിതകാലം അവര് പിന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ ഈ ചിന്തയും ഇതുമെല്ലാം ആകുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇവർക്ക് എന്ത് കിട്ടിയെന്ന് മാത്രമേ എനിക്കറിയൂ. ചെയ്തവന്മാർക്ക് അല്ല, ഞാൻ പറഞ്ഞത് ഈ ചെയ്തവന്മാരെ ഒരു ശത്രുക്കൾ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇവര് ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചെങ്കിൽ ഈ ചെയ്യുന്നോണ്ട് എന്ത് പ്രയോജനമൊന്നും ചിന്തിക്കുന്നില്ല. ചെയ്യാൻ പറ്റും. അത് ആദ്യമേ തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നോണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പൊ അങ്ങനെ ഒരു വിദ്യാഭ്യാസം ബോധമുള്ള ഒരു മനുഷ്യനോട് ഇത് പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കും? ആരും അംഗീകരിക്കാറ്. അതാണ് അതിന്റെ അകത്തെ കാര്യം. അതെ. ശരിക്കും എന്നാ ഇവിടുന്ന് പിണറായിക്ക് എന്തായാലും ദൂരം കാണും? എത്ര കിലോമീറ്റർ കാണും? 140. അപ്പൊ 200. അപ്പൊ 350 കിലോമീറ്റർ ഉണ്ട്. എറണാകുളത്തിന് ഇവിടുന്ന് 100 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. അപ്പൊ 350 കിലോമീറ്റർ ഞങ്ങളെ തേടി വന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കി പോയാൽ കണ്ട് വളരെ സന്തോഷം. ഇനി പിണറായിക്ക് വരണ്ടി വന്നാൽ ഞങ്ങൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെമ്പേരിയിൽ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്. ചെമ്പേരി, അതായത് എന്റെ ഫാദറിന്റെ എന്റെ വല്യപ്പന്റെ ചേട്ടന്റെ മക്കൾ ഒത്തിരി പേര് ചെമ്പേരിയിലുണ്ട്. കടൂക്കുന്നതെന്ന് പറയും. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോകാനായിട്ട് ഞാൻ കണ്ണൂർ വന്നിട്ടുള്ളൂ, അല്ലാതെ വന്നിട്ടില്ല. അപ്പൊ അതും സമയമില്ല. രാവിലെ എഴുന്നേക്കുന്നത് ഓടുന്നു. അപ്പോൾ സരിതയുടെ പാട്ട് വീണ്ടും നമ്മൾ ഇന്ന് തന്നെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഒരു പാട്ടോടെ പാടുന്നുണ്ടോ? ഉണ്ടോ? ശ്വാസമുട്ടലുണ്ടെങ്കിൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ഇങ്ങനെ അങ്ങോട്ട് നല്ലപോലെ ബ്രീത്ത് ചെയ്യുക, പതുക്കെ. ഞാനത് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ശ്വാസം മുട്ടൽ കുറെ മാറി. എനിക്ക് മുമ്പ് ശ്വാസം മുട്ടൽ പൊടിയെല്ലാം അടിച്ച് ഈ സെറ്റിന്റെ എല്ലാം അടിച്ച് ഇല്ല ഉണ്ടെന്നേ. നമ്മള് ഈ ശ്വാസം മുട്ടൽ വരുമ്പോ നമ്മുടെ കുഴപ്പം എന്നാന്നറിയാം, നമ്മള് മടിയന്മാരാ. നമ്മുടെ ശരീരം പൊതുവെ മടിയാ. അപ്പൊ ഈ ചെറിയ ശ്വാസം മാത്രം എടുത്തോണ്ടിരിക്കുക. ഇത്ര മരിക്കാതിരിക്കാൻ ഇത്രയും മതി. അത് മാത്രം എടുത്തോണ്ടിരിക്കുക, അത് പോരാ. നമ്മൾ ഡീപ്പായിട്ട് മാക്സിമം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനെ വികസിപ്പിക്കണം. അത് നമ്മൾ പർപ്പസ്ഫുള്ളി വികസിപ്പിക്കണം. നമ്മൾ ധൈര്യമായിട്ട് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെ നല്ലപോലെ എന്തേരം നമുക്ക് വലിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ വലിച്ചെടുത്തിട്ട് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം ഹോൾഡ് ചെയ്തിട്ട്
പതുക്കെ വിടണം. അങ്ങനെ ചെയ്താൽ ശ്വാസം മുട്ടൽ പോകും, ഉറപ്പായിട്ടും പോകും. വേറെ ഒന്നുമില്ല. ഇത് ചെറുപ്പം തൊട്ടുള്ള ഉള്ളതെന്ന് പറഞ്ഞ എക്സ്ക്യൂസാണ്. അത് എക്സ്ക്യൂസാണ്. ഇത് ഒരു 2 കാലും ഇല്ലാത്ത ആൾക്കാർ വരെ ഡാൻസ് കളിക്കുന്നു. എന്നിട്ട് ഒരു പടം ഡാൻസറും കൂടിയാണ് കേട്ടോ. ആ കളരിയുണ്ട്. സാധനമുണ്ട്, കളരി പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ കളരിയുണ്ട്. കളരിയുണ്ട്. ആ കളരിയുള്ള ആൾക്ക് ഒരിക്കലും ശ്വാസം മുട്ടാൻ പറ്റില്ല. ഇപ്പൊ തുടങ്ങി. ഇപ്പൊ കുഴപ്പമില്ല. കൽക്കട്ടല്ലേ പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നൊക്കെ ശ്വാസം മുട്ടൽ തോന്നുന്ന ഒരു ബലൂൺ മേടിച്ചിട്ട് അതിന് തുമ്പത്ത് ഇങ്ങനെ കുഴൽ പോലെ വെച്ചിരിക്കും. അതിൽ ബലൂൺ കൊടുത്തിട്ട് ഊതിക്കോളാൻ പറയും. ശരിക്കും ഊതും, പിന്നെ അത് വീടും, അതിന് കാറ്റ് വിടും, വീണ്ടും ഊതിക്കും. അങ്ങനെ ഊതുമ്പോഴാണ് ഈ കൂടുതൽ ഡ്രഗ്സിന് കൂടുതൽ വികസനം. നമ്മൾ സ്ട്രെയിൻ എടുക്കണം. നമ്മൾ ചുമ്മാ ഊതണം. ഊതുക എന്ന് പറയുമ്പോൾ അതാ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ശ്വാസം വലിക്കുന്നത് ഹോൾഡ് ചെയ്യുമ്പോൾ അത് ടൈറ്റ്. പണ്ട് ഇതൊക്കെ എന്നാ ഇത് ഓർഗണ ഇതൊക്കെ വായിക്കില്ല, എന്നാ ക്ലാരറ്റ്, മറ്റേ പണ്ട് നല്ല പെരുന്നാളിനൊക്കെ വായിക്കില്ല, നല്ല കൊട്ടും ഇതൊക്കെ. ഇതൊക്കെ അവർക്കൊക്കെ ഇതിന് കിട്ടുന്ന പി എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ വിട്ടോ, സാധനം എടുത്തോ. നിങ്ങൾ സാധനം കൊണ്ടുവന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബാഗിലൊക്കെ ആക്കി വാങ്ങിച്ചപ്പോ തന്നെ തയ്ച്ചെടുത്തോ. കൊണ്ടുപോകാനുള്ള ഇത് വേണം. നിങ്ങൾ പാട്ട് പാടുന്നവരാണോ? നിങ്ങൾക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര പ്രാധാന്യം. നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് ആ സാധനം. സന്തോഷം. ശരി. വണ്ടി എന്ത് ചെയ്യുന്നത്? അതിനിപ്പോ കുഴപ്പമില്ല, കേബിള് മാറിയത്. പിന്നെ സെറ്റ് ചെയ്തോണ്ട് തരാൻ പറഞ്ഞു. ഇത് നമ്മുടെ ടിവിയിലേക്ക് ടിവിയില് ഇതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ ബ്ലൂടൂത്ത് ഉള്ളതാണ്, ബ്ലൂടൂത്ത് മതി. അല്ലെങ്കിൽ ടി വി മറ്റേ സാംസങ്ങിന്റെ HD UD പുതിയ ടി വി. ഈ സെറ്റ് എവിടെയാന്ന് ഇത് സാന്തല്ലേ കണ്ടുപിടിക്കാം. അപ്പൊ അത് ഒപ്റ്റിക്കലിന്റെ ഇത് വ്യത്യാസമുള്ള മറ്റേ ബോർഡ് മാത്രമല്ല. എനിക്കത് കുത്തിയിരിക്കണം. ഐബൽ എൻ്റെ സബൂഫർ വർക്ക് ചെയ്യുന്നില്ല അതാണ്. തിരിക്കുമ്പോൾ മാത്രം. അത് സാരമില്ല. മൾട്ടിമീറ്റർ എന്തിയെ ആ ചക്രം ഞാൻ മേടിച്ച് IC കംപ്ലൈൻ്റ്. ബാക്കിയെല്ലാം പാടുന്നില്ലേ? ബാക്കിയൊന്നും കുഴപ്പമില്ല. DSR 350 സോണി DSR 350 റെഡാണ്. റെഡ് ഈ പവർ സപ്ലൈ ബോർഡ് അടിച്ചത് കേട്ടോ. ഓക്കെ, ഇത് സോണിയുടെ DSR 350 ആണ്. ഡെഡാണ്, ഫുൾ ഡെഡാണ്. ഇതാണ് സെറ്റ്. ഇത് സെറ്റ് ഇത് സർവീസ് ചെയ്യാൻ പോവാണ്. സർവീസ് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. സോണിയുടെ DSR 350.
കേമാനോട് തോറ്റോണ്ടിരിക്കുന്നതാണ്. മിനി സ്ക്രൂ ഉണ്ടോ? സ്ക്രൂ ആ വെള്ള സ്ക്രൂവേ ഓണാവും നോക്കിക്കോട്ടെ. ഹലോ, ഓഡിയോ ഇൻ. സ്പീക്കർ എടുത്തുണ്ടോ? S20 പിന്നാണോ? എടുത്തുകൊണ്ട് പോരെ. കൊടുത്തോ. ഒരു റിമോട്ട് ഇവരുടെ ഹോം തിയേറ്ററിന് റിമോട്ട് ഇങ്ങനെ എടുത്താലും മതി, വർക്കാവും. ഇപ്പോൾ കൊണ്ടുവന്നു അതിൻ്റെ മണ്ട വെച്ച്. അതിന്റെ റിമോട്ടിങ് തരാമോ? ബുദ്ധിയോ? ഇത് പോയതാ, അത് പോയതാണ്. ഇതേ കാണിക്കുന്നില്ല. വേറെ റിമോട്ട് എടുത്ത് തരാം. സി Remix DJ Factory. ਗੱਲ ਸੁਣ ਮੇਰੀ ਤੂੰ ਮੁਟਿਆਰੇ ਕੀ ਸਮਝੇ ਆਪਣੇ ਆਪ ਮੇਰੇ ਮਗਰ ਤੂੰ ਕੀ ਕਰਦੀ ਇਹ ਗੱਲ ਬਸ ਤੂੰ ਹੀ ਜਾਣਦੀ ਮੈਨੂੰ ਸਿਰਫਾਂ ਪੇਸ਼ ਨਾ ਕਰ ਲੱਗ ਬੋਲੋ ਥੋੜਾ ਜਿਹਾ ਸਿੱਖ ਜਾ ਕੇ ਪਿਆਰ ਕਰਨੇ ਦਾ ഡിസ്ക് ഓർഡർ ചെയ്തത്. ഡിസ്ക് എടുക്കുമോ നോക്കട്ടെ. ഇല്ല. ഓക്കെ, ഇനി എടുത്തു. ഇനി ഒന്നറിയാൻ വിട്ടോ. ഇത് കാന്തമില്ലല്ലോ. ആ വെള്ളമല്ല ഇങ്ങനെ. ബ്ലൂടൂത്ത് ചെക്ക് ചെയ്തു. कितने रंग आते जाते हैं आपके दो रुखसारों पर और कितने रंग आते जाते हैं आपके दो रुखसारों पर एक हया का रंग गुलाबी धूप चढ़ी कोसारों पर कितने रंग आते जाते हैं आपके दो रुखसारों पर हर एक अदा मासूम है हर एक अदा मेहरबान मेहरबानियां मेहरबानियां अजी मेहर തലേഞ്ഞെടുത്തു. എൻ്റെ ജോബിഞ്ഞെടുത്ത് വിളിച്ച് പറഞ്ഞു ഏജൻസി.
ഡിസ്ക് ഒന്നും നോക്കണ്ട, ഡിസ്കൊക്കെ എല്ലാവരും ഇതിൻ്റെ അകത്തെ സ്ക്രൂകളൊന്നുമില്ല, പവർ സപ്ലൈക്ക് സ്ക്രൂ ഇല്ല, ഒറ്റ സ്ക്രൂ ഇല്ല കേട്ടോ. ആ മൾട്ടിമീറ്റർ കഴിഞ്ഞത് ഇതല്ല നീല മൾട്ടിമീറ്റർ.